ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് 400 രൂപയുടെ മേലെയുള്ള ഒറ്റ ഡ്രസ്സ് ഇത് കൂട്ടത്തിലില്ല കേട്ടോ. എല്ലാം ഒരു 200-300 റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളാണ്. ഞാൻ അലക്കി യൂസ് ചെയ്തതിന് ശേഷം പറയുന്ന റിവ്യൂ ആണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ. ഇനി മഴക്കാലം ആയതുകൊണ്ട് തന്നെ തുണികൾ ഉണങ്ങി കിട്ടാൻ പാടായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ സ്കൂളിലേക്ക് വേണ്ടി വരില്ല, എന്നാലും കോളേജിൽ പോകാനോ ജോലിക്ക് പോകാനോ അങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം നാൾ നിൽക്കുന്ന കളറൊന്നും അധികം പോവാത്ത ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കളർ പോകുന്നുണ്ടോ വെച്ചാൽ ഫസ്റ്റ് വാഷിൽ ഷാമ്പു വാഷാണ് ഞാൻ ചെയ്തത്. ഭയങ്കര ലൈറ്റായിട്ടൊരു യെലോയുടെ ഒരു ഇത് പോയിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. നല്ല, അതായത് നമുക്ക് ഒട്ടും ചൂടെടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോളൂ. എന്തായാലും അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ്. ഇനി ഉണ്ടല്ലോ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് അറിയാം ഇത് കാണാനായിട്ട്. സ്ലീവൊക്കെ പ്ലെയിൻ ആണ്, ബാക്കിലും പ്ലെയിൻ ആണ്, ഫ്രണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. ഇത് ഇട്ടിട്ടുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഇതൊക്കെ വരുന്ന സമയത്ത് വാരിക്കെട്ടി പർച്ചേസ് ചെയ്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതിന് വീനക്കാണ് വരുന്നത്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് മാത്രമേ എനിക്കറിയാം. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ് കേട്ടോ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ തടി വെക്കാൻ സാധ്യതയുള്ളതിനാൽ ഞാൻ XL എടുത്തതേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ, അതായത് ലാർജോ മീഡിയോ ആണ് എൻ്റെ സൈസായിട്ട് സാധാരണ ഉണ്ടാവാറുള്ളത്. സാധാരണ ഞാൻ ചൂസ് ഉണ്ടാവാറുള്ളതെന്നാണ് പറയുന്നത്. സാധാരണ സെലക്ട് ചെയ്യാറുള്ളത്. ഞാനിത് കുറച്ച് വലുതെടുത്തു, ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ. അല്ലേ അതൂട്ടാ? താങ്ക് യു. ഇനി ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് 1 വർഷം മുമ്പ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം. പക്ഷേ സൈസ് എടുത്തത് മീഡിയം ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ തിങ്ങി നിറയുന്ന പോലെ തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ലാർജ് സൈസ് എടുത്തു. ഇപ്പം ഇത് ലാർജ് സൈസാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് നല്ല റയോണാണ്. അത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നല്ല തൂവൽ പോലെ തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഇന്നലെ അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നില്ല. ഭയങ്കര സോഫ്റ്റാണ്, ഒട്ടും കുത്തിക്കൊള്ളും ഒന്നും ചെയ്യാത്ത നല്ലൊരു ഫാബ്രിക്കാണ്. കളർ പോവും, ഒന്നും ചെയ്തിട്ടില്ല. 1 വർഷമായിട്ട് യൂസ് ചെയ്തതും ഇതുപോലെ തന്നെയുണ്ട്, ഇതും ഇതുപോലെ തന്നെയുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്ര അടിപൊളിയാണ്. ഞാൻ അത്ര യൂസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് തവണ. അത് മെഷീൻ വാഷാണ് കേട്ടോ, കൈകൊണ്ടൊന്നല്ല, മെഷീൻ വാഷാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒക്കെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെ, ജീൻസിൻ്റെ കൂടെ, അല്ലെങ്കിൽ പലാസോയുടെ കൂടെ എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഏതോ ഇത് രണ്ടും മാറ്റി വെക്കട്ടെ മമ്മ. അത് ലോങ് കുർത്തയാണ് കേട്ടോ. ലോങ് കുർത്ത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ മെറൂണുണ്ട്. മെറൂൺ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് കറക്റ്റ് സൈസ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ തവണ വാഷ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യ രീതിയിൽ കളർ ഇളകിയിട്ടുണ്ടായിരുന്നു. ഒരു കളർ പോയതുകൊണ്ട് ഇതൊരു നരച്ച ഫീലിംഗ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ തവണ വാഷ് ചെയ്തപ്പോൾ അത്രയും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ കളർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞത് അവൾ ഏകദേശം 1.5 കൊല്ലത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്കും കുറച്ചും കൂടെ ധൈര്യം കിട്ടി. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. വൈറ്റ് പാൻറ് വെച്ചിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ, അല്ലെങ്കിൽ ജീൻസ് വെച്ചിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ പൊള്ളിയാണ്. അടുത്തതെടുത്താവൂ. അതേപോലത്തെ തന്നെയാണ് ഈ ഒരു കുർത്ത എന്ന് പറയുന്നത്. സെയിം കളറാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ, ഈ സാധനത്തിന് നേരത്തെ അത്രയും കളറ് പോയിട്ടില്ല. മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ചെറിയൊരു ഇത് മറ്റതിനേക്കാളും ഇച്ചിരി കൂടെ റഫാണ്. റഫ് എന്ന് വെച്ചാൽ നമുക്ക് കുത്തിക്കൊള്ളുന്ന പോലത്തെ റഫൊന്നല്ല കേട്ടോ. നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. എന്താ വേണ്ടേ, ഇത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അടിപൊളിയാണ്. ഗൗതൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുപോലുള്ള ഡ്രസ്സ് ഇടുന്നതാണ് എൻ്റെ ഗൗതൂട്ടന് ഏറ്റവും ഇഷ്ടം കേട്ടോ. ലോങ് കുർത്താസ് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം. ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വൈഡ് പലാസോ ആണ് യൂസ് ചെയ്തത്. കാരണം ഭയങ്കര കംഫർട്ടബിൾ ആണല്ലോ. എന്നാൽ വാങ്ങിച്ചിട്ട് എനിക്ക് യാതൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം, ഞാൻ എടുത്തപ്പോൾ 2 കരിനീലയായിപ്പോയി. പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് അത്ര ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറുപ്പറേന്ന് പറ്റെടുക്കായിരുന്നു കേട്ടോ. ഇനി അടുത്തത് തരൂ ഗൗതൂട്ട. ഇത് പാൻറ്റാണ്. അതെടുക്കാം വൈറ്റ്. എൻ്റെ മേ
അടുത്തത് ഇതാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് ഞാൻ ആദ്യത്തെ ഒരു സൈസ് എടുത്തു. ഞാൻ എടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു ലാർജ് ആയിരുന്നു. കാരണം നേരത്തെ മീഡിയം ടൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലാർജ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മീഡിയത്തിൻ്റെ സൈസ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം എനിക്കത് ഒട്ടും പാകമായിരുന്നില്ല. വയറിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഇറുങ്ങി പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മോന് ഇഷ്ടമായിനാ? അത്ര ക്വാളിറ്റി ഉണ്ടാ? നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ ഇത്. അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ എക്സൽ സൈസാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ലാർജ് എടുക്കുന്നവരാണെങ്കിൽ നോക്കുക. വയറുള്ളവരാണെങ്കിലേ പ്രശ്നമുള്ളൂ കേട്ടോ. എനിക്ക് ഇച്ചിരി വയറ് ചാടിയിട്ടുള്ളതിനാലാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ മീഡിയം ഒക്കെ മതി. വയറിൻ്റെ ഭാഗത്തൊരു സീന് വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ എക്സലൊക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഷോൾഡറൊന്നും കറക്റ്റായി കൊള്ളണമെന്നില്ല, എന്നാലും നമുക്കത് വിഷയമല്ല. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. സ്ലീവും ആ ഒരു ബ്ലാക്ക് കണ്ടില്ലേ, അതേ ഫാബ്രിക്കാണ്. ഇത് പിന്നെ കളറ് പോവോ ഒന്നുമില്ല. ഇതില്ലേ വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ എടുക്കുള്ളൂ കേട്ടോ. കാരണം മഴക്കാലമാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും നല്ലതാണ്, ഇടാനും ഭയങ്കര കംഫർട്ടബിളാണ്, ഒട്ടും ഡിസ്കംഫർട്ട് ഇല്ല. ഓഫീസ് വെയർ ആയിട്ട് കോളേജ് വെയർ ആയിട്ടൊക്കെ എനിക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അടിപൊളി അടിപൊളി അടിപൊളിന്നേ പറയാനുള്ളൂ. അത്രയും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് വന്നിട്ട്. ഇനി അടുത്തത് ഞാനില്ലേ 2 പാൻറ്റ് കാണിച്ചു തരാം കേട്ടോ. അതൊട്ട് പാൻറ്റ് എടുത്തേ. ഒന്ന് ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ള ബ്ലാക്ക് ആണ്, അതിൻ്റെ അടുത്ത കളറാണ് കേട്ടോ ഇത്. ഈ ഒരു കളറ്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. കഴിയുന്നതും നിങ്ങൾ കൈവച്ച് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് വെള്ളത്തിലിട്ട് എടുത്താൽ തന്നെ ക്ലീൻ ആവുന്ന ടൈപ്പാണ് കേട്ടോ. കുറച്ച് വെയിറ്റും ഉണ്ട്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, പോക്കറ്റും ഉണ്ട്. ഗൗതം ഈ പാൻ്റാണോ ഇഷ്ടം, ബ്ലാക്ക് ആണോ ഇഷ്ടം? ഇത് 2 സൈഡിലും പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോന് ഇഷ്ടപ്പെട്ടിനാ? ഗൗതൂട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാൻ്റാണ് ഇത്. മമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഗൗതൂട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാ? യെല്ലോ ആണോ, ബ്ലാക്ക് ആണോ, വൈറ്റ് ആണോ, ബ്ലൂ ആണോ? ഇത് ഗൗതൂന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.